ശ്രീ എം ജയചന്ദ്രൻ, കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരികയാണല്ലോ. CPM-ൽ ഇത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ, MV ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങൾ, ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണല്ലോ ഇന്ന് EP ജയരാജനും PK ശ്രീമതിയും KK ശൈലജയും പറഞ്ഞത്. വിഴിഞ്ഞം വിഷയത്തിൽ മാത്രമായി ഇത് ഒതുങ്ങി നിൽക്കുന്നതാണോ? എന്താണ് പാർട്ടിയിൽ സംഭവിക്കുന്നത്? മഞ്ജുഷ, ഇത് പാർട്ടിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് അതിലേക്ക് വരാം, അത് ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. താങ്കൾ ആ വിഷയം ഉന്നയിച്ചല്ലോ. പക്ഷേ ഈ ഉന്നയിക്കപ്പെട്ട വിഷയം, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട വിഷയം, അത് പരിശോധിക്കണ്ടേ? അതിന്റെ വസ്തുതയിലേക്ക് പോകണ്ടേ? അത് ശരിയോ തെറ്റോ എന്ന് ആദ്യം ഒരു നിഗമനത്തിലെത്തണ്ടേ? അതൊക്കെ എങ്ങനെയാണ് സാധിക്കുക? ഈ വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. ജൂലൈ 1-നാണ് ആ സബ്മിഷൻ ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഈ വിഷയം കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് വരുന്നത് തന്നെ. അപ്പോഴാണല്ലോ പിന്നീട് ഓരോരുത്തരായിട്ട് ഇതിങ്ങനെ ചകഞ്ഞു പോകുന്നതും കാര്യങ്ങൾ കുറേശ്ശെയായിട്ട് വെളിയിൽ വരുന്നതും. അവസാനം വെളിയിൽ വരുമ്പോഴെന്താണ്, ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് അദാനി കമ്പനി എന്ന് പറയുന്നത്, അദാനി പോർട്സ്. ആ ലിസ്റ്റഡ് കമ്പനി അവരെ തങ്ങളുടെ ഓഹരി വിൽക്കുമ്പോൾ സ്വാഭാവികമായും സെബി അറിയണം. സെബി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് വെളിപ്പെടുന്നത്. സെബിയുടെ തന്നെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അപ്പോഴാണ് വെളിപ്പെടുന്നത്. സെബി അറിയാതെ എങ്ങനെയാണ് ഒരു ലിസ്റ്റഡ് കമ്പനി അവരുടെ ഷെയർ വിൽക്കുക എന്നുള്ള പ്രാഥമികമായ ചോദ്യത്തിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. അതാർക്കും അറിയാത്തതല്ലോ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട പ്രാഥമികമായ കാര്യമാണ് ഒരു ലിസ്റ്റഡ് കമ്പനി അവരുടെ ഷെയർ വിൽക്കുമ്പോൾ സെബി അറിയണം എന്നുള്ളത്. ഇക്കാര്യത്തിൽ സെബി അറിഞ്ഞിട്ടില്ല. ഒരു കാര്യം, എന്തുകൊണ്ടാണ് സെബി അറിയിക്കാതെ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ ഇത്ര തത്രപ്പാട് കാണിക്കുന്നത് എന്തിനാണ് അദാനി കമ്പനി എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ കാര്യമാണ്, ഗവൺമെന്റിന്റെ അകത്തൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ്, ഉടമസ്ഥത ഗവൺമെന്റിനാണല്ലോ, നടത്തിപ്പുകാരാണല്ലോ അദാനി കമ്പനി. അപ്പോൾ ഉടമസ്ഥതയുള്ള ഗവൺമെന്റിനോട് മുൻകൂട്ടി അറിയിക്കണമെന്ന് വ്യവസ്ഥയുള്ളപ്പോ 5, 3, 5, 9 വകുപ്പുകളിലൊക്കെ കാര്യങ്ങൾ പലവട്ടം ചർച്ച ചെയ്താണ് അതിലേക്ക് പോകുന്നത്. അത് പലവട്ടം ചർച്ച ചെയ്തതുമാണ്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള കാര്യം ദേശാഭിമാനി തന്നെ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശൻ അത് പ്രതിരോധിച്ചതുമാണ്. ഇനി ശരി, അതിനെ എതിർത്ത് പറയുവാൻ CPM-ന് കഴിഞ്ഞു. അത് MV ഗോവിന്ദൻ പറഞ്ഞു. ദേശാഭിമാനിയെ അല്ല ഇക്കാര്യത്തിൽ മുഖവിലേക്ക് എടുക്കേണ്ടത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിലപാട് പറയേണ്ടത്. അവിടെ ഒരു അഴിമതി നടക്കുന്നു എന്നുള്ള കാര്യം പോലും CPM ഉന്നയിച്ചു കൊണ്ടിരുന്ന ഈ സമയത്താണ് ശ്രീ എം ജയചന്ദ്രൻ കാര്യങ്ങൾ മാറി. ഇപ്പോൾ CPM-ൽ നിന്ന് തന്നെ ഇന്ന് EP-യുടെ വാക്കുകൾ പറയുന്നത് അഴിമതി ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് വ്യക്തമാക്കട്ടെ എന്നുള്ള കാര്യമാണ്. അഴിമതി ആരാണ് ഉന്നയിച്ചത്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ഗോവിന്ദനുമാണ് അഴിമതി ആരോപണം പോലും ഉന്നയിച്ചത്. അവിടെയാണല്ലോ ഈ മംഗലാപുരം യാത്രയൊക്കെ വന്നത്. അദാനിയുമായുള്ള ഡീലിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് VD സതീശൻ മംഗലാപുരത്തേക്ക് പോയത് എന്നുള്ള കാര്യം. അതൊന്നും ഉന്നയിക്കേണ്ട എന്നാണ് EP-യുടെ വാക്കുകൾ. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത് എന്താണ്? MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അത് അദാനി പറഞ്ഞതുകൊണ്ടാണെന്നാണ്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ട എന്ന്, അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് PK ശ്രീമതി പറയുന്നു, KK ശൈലജ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആർക്കാണ് കൊള്ളുന്നത്? മുഖ്യമന്ത്രി VD സതീശനെതിരെ ഒരു കല്ലെറിയുകയായിരുന്നു CPM ചെയ്തത്. അതിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമായിരുന്നു. ആ കല്ല് തിരിച്ചു വരികയാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ശ്രീ എം ജയചന്ദ്രൻ. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അല്ല, മഞ്ജുഷന്റെ ഫോക്കസ് എനിക്ക് മനസ്സിലായി. ഞാൻ അതിലേക്ക് വരാമെന്ന് ആദ്യമേ തുടക്കത്തിലെ പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയും. താങ്കളുടെ ഫോക്കസ് എനിക്ക് മനസ്സിലായി. ഈ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഓക്കെ, പക്ഷെ എനിക്കിതിനകത്ത് പറയാനുള്ള കാര്യം അങ്ങനെ അങ്ങോട്ട് പറയാൻ കഴിയും. അതുകൊണ്ടാണ് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, അനാവശ്യമായ ധൃതി, ആ അനാവശ്യമായ ധൃതി എന്തിനാണ് ഉണ്ടായത് എന്നുള്ളിടത്താണ് ഈ പ്രശ്നമെല്ലാം പിന്നീട് ഓരോന്നോരോന്നായിട്ട് വെളിയിൽ വരുന്നത്. അപ്പോഴാണ് CPIM-ന്റെ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായ പിണറായി വിജയനും MV ഗോവിന്ദനും, യഥാക്രമം പ്രതിപക്ഷ നേതാവും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുമാണ്, രണ്ടുപേരും അവരുടെ നിലപാട് പറഞ്ഞു. ആ നിലപാടിനോട് യോജിക്കാതെയാണ് PB മെമ്പർമാരായ ഇദ്ദേഹം EP ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചെന്നാണല്ലോ മഞ്ജുഷ പറയുന്നത്. അതിൽ EP ജയരാജൻ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. EP ജയരാജൻ പറഞ്ഞത് അദ്ദേഹത്തിന് അഴിമതി ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല, ഇവിടെ അഴിമതി ആരോപണമല്ല ഉന്നയിക്കേണ്ടത് എന്ന നിലയിലൊക്കെ EP ജയരാജനെ പോലെ ഒരു സീനിയർ നേതാവ്, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം, ഭരണപരിചയമുള്ള ആൾ, MLA മന്ത്രിയും ഒക്കെ ആയിരുന്ന ആള് ഇത്തരം ഒരു കാര്യത്തിൽ ഇങ്ങനെ വളരെ
ഈ അലക്ഷ്യമായ ഒരു മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാനേ അല്ലെങ്കിൽ യോജിക്കാനോ പൊരുത്തപ്പെടാനോ കഴിയില്ല. എന്നെ സംബന്ധിച്ച് അത് പിന്നെ ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു വിശദീകരണവും മറുപടിയാണ് ഇ.പി. ജയരാജൻ നൽകിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ സീനിയർമാരായിട്ടുള്ള ഇപ്പൊ എം.വി. ഗോവിന്ദൻ അദ്ദേഹം സീനിയർ അല്ല, ശരിയാണ്. പക്ഷേ എം.വി. ഗോവിന്ദൻ പൊളിറ്റ് ബ്യൂറോ മെമ്പറും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയുമാണ്. പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു, പ്രതിപക്ഷ നേതാവുമാണ്. അവർ രണ്ടുപേരും ഒരു നിലപാടെടുത്ത കാര്യത്തിൽ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമോ തർക്കമോ സംശയമോ ഉണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി ഈ മാസം ഒടുവിൽ ചേരാൻ പോവുകയാണ്. അപ്പൊ കേന്ദ്ര കമ്മിറ്റിയിലാണ് അദ്ദേഹത്തിന്റെ ഘടകം, അതായതുകൊണ്ട് അവിടെയാണ് അത് ഉന്നയിക്കേണ്ടത്. അത് മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലൊരു സംശയത്തിന്റെ മുന വെച്ച് പറയുമ്പോൾ ഇപ്പൊ തന്നെ തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ നിർവീര്യരാക്കപ്പെട്ടിരിക്കുന്ന പാർട്ടി അണികൾ, CPIM-ന്റെ മാത്രമല്ല LDF-ന്റെ ഉൾപ്പെടെ ഉള്ള അണികൾക്ക് അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതെങ്കിലും ഓർക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ എം ജയേന്ദ്രൻ, താങ്കളിലേക്ക് വരാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് കഴിഞ്ഞ ചെയ്തികൾ അത് CPM-ന് തിരിച്ചടിയാവുകയാണ്. വിഴിഞ്ഞം വിഷയത്തിലൊക്കെ നിന്ന നിൽപ്പിലാണ് U-ടേൺ അടിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം മറന്നുകൊണ്ടാവരുത്. അതാണ് പിണറായി വിജയനെതിരെ എന്ന് തോന്നിപ്പിക്കുന്നത്. എന്നല്ല, അത് തന്നെയാണ് പിണറായി വിജയനെതിരെ തന്നെ ഇത്തരത്തിലുള്ള എതിർ സ്വരങ്ങൾ വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ സിബി സത്യൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് 3 പേരാണ്, 3 പ്രമുഖ നേതാക്കളാണ്, ഇ.പി. ജയരാജൻ, കെ ശൈലജ, പി ശ്രീമതി. ഇവർ 3ഉം പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി വിഴിഞ്ഞം വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണല്ലോ. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി പറഞ്ഞ വാക്കുകളെ വിമർശിച്ചുകൊണ്ടാണ് ഇവർ സംസാരിച്ചത് എങ്കിൽ പോലും ചെന്നുകൊള്ളുന്നത് പിണറായി വിജയനിലേക്കാണല്ലോ. അതെ, ഇത് കൃത്യമായൊരു പാളയത്തിൽ പട എന്ന് തന്നെ പറയാൻ പറ്റും മഞ്ജുഷ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാർട്ടിക്ക് ഏകാത്മകമായ ഒരേ സ്വരം ഇക്കാര്യത്തിൽ അതിശക്തമായ ഭാഷയിലാണ് മറ്റുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് ഇത് ഇടതുപക്ഷ നയങ്ങളുടെ തുടർച്ച തന്നെയാണ്. LDF സർക്കാർ എന്താണോ വിഴിഞ്ഞം വിഷയത്തിലിടുന്ന നിലപാട്, വിഴിഞ്ഞം വിഷയത്തിൽ അദാനിയെ കൊടുത്ത സപ്പോർട്ട്, അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ UDF സർക്കാരും ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റണമെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു സൗഹൃദ നിലപാട് തന്നെ മുന്നോട്ട് എടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഉയരുന്ന ഒന്ന് രണ്ട് നൈതികമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഒരു പാർട്ണർ എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിനെ നേരത്തെ അറിയിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന ആൾക്കാരെയും ഒക്കെ അവര് യഥാസമയത്ത് അറിയിച്ചിട്ടുണ്ടാവും. കാരണം അതിനു മുമ്പത്തെ സർക്കാരിനെ അത് യഥാസമയം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ വന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എന്നാൽ ഔദ്യോഗികമായിട്ട് സർക്കാർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ അവർ അറിയിച്ചിട്ടില്ല. അതാണ് ഇതിനകത്ത് ഒരു ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയാവുന്ന ഒരു കാര്യം. അപ്പം അതിനകത്താണ് നമുക്ക് ഇതിനെ സ്ലോ ആക്കണോ അല്ലെങ്കിൽ പെട്ടെന്ന് അനുമതി കൊടുക്കണോ മറ്റേതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പം നിലവിൽ നമ്മൾ നോക്കണം, നമുക്ക് ഒരു തരത്തിൽ ഇതിനെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലൊരു തുറമുഖം ആരംഭിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നിരവധി കോർപ്പറേറ്റുകളെ അങ്ങോട്ട് പോയി കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പൊ ഉമ്മൻചാണ്ടി അവസാനം ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പുമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.